മൂപ്പർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, മൂപ്പർക്ക് ഓടിക്കാൻ കഴിയില്ല. പക്ഷെ മൂപ്പർക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, പണ്ടത്തെ ഒരു ഇഷ്ടം. പിന്നെ എപ്പോഴും ഇത് ഭയങ്കര അങ്ങനെ പമ്പ് പോയാലും SD എടുത്തായാലും നമ്മൾ പ്രിയ എടുത്തായാലും ആൾക്കാർ അവിടെ എത്തുമ്പോൾ തന്നെ ഇത് നോക്കും. എന്നിട്ട് ചിലവർ ചിരിക്കും, ചിലവർ വരും ചോദിക്കും, ചിലവർക്ക് ചോദിക്കാൻ മടി ഉണ്ടാവും. അത് ദൂരത്ത് നിന്ന് നോക്കിയാണ്ട് ചിരിച്ച് പോകും. ചിലർ വന്ന് ചോദിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് കൊടുക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ വണ്ടികളാണ് കൂടുതൽ യൂസ് ചെയ്യുക. അതൊന്നും കൊടുക്കാനുള്ള എല്ലാത്തതുകൊണ്ട് വിൽക്കലില്ല. നിങ്ങളെ പോലത്തെ വേറെ ആരെങ്കിലും നയിച്ചുണ്ടാക്കി എൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു വണ്ടി കളവ് വേണം. ഈ കളവ് പോയ വണ്ടി എന്തായാലും 50 റുപ്യക്ക് വിൽക്കാൻ കഴിയില്ല. 20 റുപ്യക്ക് വണ്ടി കിട്ടുമ്പോൾ അതർ സ്റ്റേറ്റിൽ അവിടെ 15 റുപ്യ വില ഉള്ളൂ. അപ്പം എങ്ങനെ 15 റുപ്യക്ക് ആരെങ്കിലും ഇടുമ്പോൾ ഒരു വിചാരിക്കുമ്പോൾ ജെന്യൂൻ ആണ്, അവിടെ അത്ര വില ഉള്ളൂ. അവിടെ പോയാൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു വണ്ടി എടുക്കുകയാണ്, ഇപ്പോൾ ഇത് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ സാധനവും നമുക്ക് മാറ്റേണ്ട ആവശ്യം വരില്ല. ഇതിന് മുകളിൽ കമ്പനി തന്ന കുറേ നല്ല ഐറ്റംസ് ഉണ്ടാവും, അതൊക്കെ പിന്നെ നാശമായി കഴിഞ്ഞാൽ നമ്മൾ മാറ്റേണ്ട ആവശ്യം വരും. ഈ 30, 35, 25 വണ്ടി എടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ വേറെ ആരെങ്കിലും നയിച്ചുണ്ടാക്കി എൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു വണ്ടി കളവ് വേണം. ഈ കളവ് പോയ വണ്ടി എന്തായാലും 50 റുപ്യക്ക് വിൽക്കാൻ കഴിയില്ല. 25, 30 വെക്കുള്ളൂ. ഈ 30 വാങ്ങുന്ന ആൾക്കാർ ആരെങ്കിലും കട്ട മുതലാവും. ഈ കട്ട മുതൽ അവർ വാങ്ങുകയാണ്. അതായത് 20, 30 രൂപക്ക് നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും മോഷ്ടിച്ച വണ്ടി അല്ലാതെ ഒന്നും വണ്ടി കിട്ടില്ല. വണ്ടി കിട്ടാനുള്ള ഇല്ല നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ആ റേറ്റൊക്കെ വണ്ടി കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും ഇത് പാവപ്പെട്ടൻ്റെ കട്ട വണ്ടി ആയിരിക്കും. അത് നിങ്ങൾ വാങ്ങി നിങ്ങളും പെടും, ഈ വിറ്റവൻ പെടും, എല്ലാം പെടും. അപ്പം എത്ര കുറഞ്ഞിട്ട് വണ്ടി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ 32 റുപ്യക്ക് നല്ല അടിപൊളി 135 ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു നീ ജസ്റ്റ് അവനോടൊന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അവൻ വിളിച്ച് വീഡിയോ കോൾ ചെയ്തപ്പോൾ വീഡിയോ കോളിൽ ഇവൻ വണ്ടി വീഡിയോ കോൾ ചെയ്തപ്പോൾ വീഡിയോ കോൾ എടുക്കുന്നില്ല, അവൻ വണ്ടി കാണിച്ചു കൊടുക്കുന്നില്ല. അവൻ്റെ അടുത്ത് അങ്ങനത്തെ വണ്ടി ഇല്ല, ഫേക്കായിട്ട് ഒരു ഏഡ് ഇട്ട് ഇവർ വിൽക്കുന്നുണ്ട്, ഇവർ വാങ്ങാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതാണ് അവസ്ഥ. അപ്പം അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല. ഇപ്പോൾ ഈ ടൂ സ്ട്രോക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ചതികൾ അതുപോലെ തന്നെ ഒരുപാട് പറ്റിക്കലൊക്കെ നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ അറിയോ, 20 റുപ്യക്ക് വണ്ടി കിട്ടും, ഇപ്പം അതർ സ്റ്റേറ്റിൽ അവിടെ 15 റുപ്യ വില ഉള്ളൂ. അപ്പം എങ്ങനെ 15 റുപ്യക്ക് ആരെങ്കിലും ഇടുമ്പോൾ ഒരു വിചാരിക്കുമ്പോൾ ജെന്യൂൻ ആണ്, അവിടെ അത്ര വില ഉള്ളൂ. അവിടെ പോയാൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ സ്ലിപ്പിൻ്റെ കാണിച്ചിട്ടുണ്ട്, ആ SD ഇവിടെ എത്താൻ എനിക്ക് 8500 റുപ്യൻ്റെ മുകളിൽ ചിലവുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ വെറുതെ ആർക്കും വണ്ടി കൊടുക്കില്ല. ഈ 8500 റുപ്യ കൊടുത്ത് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവരാണ്. പിന്നെ പേപ്പറിന് വില ഉണ്ട്, അത് പുതിയ റിന്യൂവൽ തന്നെ 12000 റുപ്യ നമുക്ക് റിന്യൂവൽ ആണ്. 20000 റുപ്യ നമുക്ക് ആ വണ്ടിൻ്റെ മുകളിൽ ആ എക്സ്പെൻസ്, അതല്ലാതെ കമ്മീഷൻ കൊടുത്തത് വേറെ, പിന്നെ കോഴിക്കോട് നിന്ന് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് വേറെ. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു വണ്ടി ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ചിലവുണ്ട്, അത്യാവശ്യം പൈസ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് വണ്ടി ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പം ഇവിടുന്ന് ഈ വണ്ടി ഞാൻ നിങ്ങളോട് 50 പറഞ്ഞു, ഇപ്പം നിങ്ങൾ അവിടുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 35 റുപ്യ കുറഞ്ഞ വണ്ടി കിട്ടുമ്പോൾ നിങ്ങൾ എടുക്കും. പക്ഷേ ആ വണ്ടി ഇവിടെ എത്തുമ്പോൾ 50-55 മുകളിൽ വില പോകും. പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് പിന്നെ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് കണ്ടീഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി തരുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെ അഡ്വാൻസ് വാങ്ങേണ്ട പുറത്തുനിന്ന് ഇറക്കുന്ന വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്, പക്കാണെങ്കിൽ പക്കാണ്, പണിയുണ്ടെങ്കിൽ പണിയുണ്ട്. അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ വർക്ക് ക്ലിയർ ആക്കി കൊടുക്കലാണ്. അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ബന്ധങ്ങളൊന്നുമില്ല, അവർക്ക് പോലെ അപ്പത്തെ കാര്യങ്ങൾ നടക്കണമെന്നുള്ളൂ. അപ്പോൾ എന്താ നടക്കുന്നത്, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കസ്റ്റമർ വന്നിട്ട് ഇമോഷണൽ ആയിട്ടുള്ള സംസാരങ്ങൾ സംസാരിച്ചു? ഇപ്പം കുറേ പ്രാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന തുടങ്ങിയ മുതൽ നമുക്ക് കുറേ പ്രാവശ്യം, അതൊന്നിപ്പോൾ എണ്ണിക്കാൻ പറ്റില്ല, അത്രയും പ്രാവശ്യം നമുക്ക് ഇത് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ട് ചെറുപ്പത്തിൽ യൂസ് ചെയ്ത വണ്ടിയാണ്, ഇഷ്ടമുള്ള വണ്ടിയാണ് വിളിച്ച് പറയുന്നുണ്ട്, കുറേ കാര്യം ആഗ്രഹമാണ്. അപ്പോൾ അത് ഇപ്പം ഒരു കൊല്ലം മുമ്പൊക്കെ നീ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാരുള്ളൂ. ഇനി അതേപോലെ കുറേ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഏജ് ഗ്രൂപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മകന് വേണ്ടി മേടിക്കാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കണ്ണൂർ ലാസ്റ്റ് കുറച്ച് മുമ്പ് ഒരു വണ്ടി കൊടുത്തിന്, മൂപ്പർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, മൂപ്പർക്ക് ഓടിക്കാൻ കഴിയില്ല. പക്ഷെ മൂപ്പർക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, പണ്ടത്തെ ഒരു ഇഷ്ടം. പിന്നെ എപ്പോഴും ഇത് ഭയങ്കര അങ്ങനെ Rx100 കൊണ്ടുപോയി മൂപ്പര് വീട്ടിലെത്തി. മൂപ്പര് ഏതെങ്കിലും കല്യാണം പരിപാടിക്ക് പോകുമ്പോൾ മോനോട് ഓടിക്കാൻ പറയും, മൂപ്പർ ബാക്കിൽ ഇരുന്നിട്ടാണ് മൂപ്പര് ആ പരിപാടിക്ക് പോവുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇങ്ങനെ മറക്കാൻ കഴിയില്ല. ആ സെറ്റിലാണ് ഞാൻ. മൂപ്പര് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു നിങ്ങളെ എങ്ങനെ ഇത് മകന് വേണ്ടിയാണ്? അപ്പോൾ മൂപ്പര് അല്ല എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ മകൻ വന്നപ്പോഴാണ് ഞാൻ ചോദിച്ച കാര്യങ്ങൾ മൂപ്പര് ഓടിക്കുക. അപ്പോൾ ഇല്ല അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നത്. മൂപ്പര് പിന്നെ അങ്ങനെ വണ്ടി ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, 1, 2 അല്ല, കുറേ ആൾക്കാർ നമ്മളങ്ങനെ ശ്രദ്ധപ്പെട്ട ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക ടൂ സ്ട്രോക്ക് ബൈക്കുകളും ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചിലപ്പോൾ മുജീബായിരിക്കും. അപ്പോൾ ഇത്രയും ടൂ സ്ട്രോക്ക് ബൈക്കുകൾ ഇപ്പോൾ ഏകദേശം ഒരു RD350, RXZ, അതുപോലെ തന്നെ Rx135 ഈ കാണുന്ന വണ്ടികളൊക്കെ ഇറക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് RD350 യൂസ് ചെയ്യുന്നുണ്ട്, RSK യൂസ് ചെയ്യുന്നുണ്ട്, RS King ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ Z ഉണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇത്രയും കാലം ടൂ സ്ട്രോക്ക് ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ പബ്ലിക് റെസ്പോൺസ് എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ പൊതുവേ ഒരു RD350 അടക്കുമ്പോൾ അധികം ആളുകൾ ആ വണ്ടിയിലേക്കൊരു നോട്ടം നോക്കും. അപ്പോൾ കിട്ടിയൊരു അനുഭവം കാര്യങ്ങളൊക്കെ അത് വേറെ ഫീലാണ്. ഞാൻ നാട്ടിൽ കൂടുതൽ അങ്ങനെ കമ്പനിയുള്ള ആളില്ല, പക്ഷേ RX ആണ് നമ്മളൊരു ഐഡന്റിറ്റി. ഈ ടൂ സ്ട്രോക്ക് നമ്മൾ എടുത്ത് പോകണേ വരുന്ന ടൂ സ്ട്രോക്ക് നമ്മൾ ചിലപ്പോൾ അറിയപ്പെടുന്നത് വരെ ആ ടൂ സ്ട്രോക്ക് ബേസ് ആയിരിക്കും. അതേ ബേസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് നമ്മളിപ്പോൾ ഐഡന്റിറ്റി തന്നെ. ആൾക്കാർ നമ്മൾ അറിയണത് തന്നെ ആ വണ്ടികളുള്ളതുകൊണ്ടാണ് നമ്മൾ അറിയണത്. വണ്ടി ഫീൽഡ് അതേപോലെ ഈ റയർ വണ്ടി ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികളല്ലോ. നമുക്ക് ഈ ടൂ സ്ട്രോക്ക് വണ്ടികൾ RX ആയാലും RXZ ആയാലും SD ആയാലും അങ്ങനത്തെ ഏത് വണ്ടിയൊക്കെ ഉണ്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. അടുത്ത് എല്ലാ വണ്ടികളും അങ്ങനത്തെ
ഓരോന്ന് യൂസ് ചെയ്യാനും ഉണ്ട്. ഞാൻ ഇടയ്ക്കെടുത്ത് മക്കളെ കൂട്ടി ഇറങ്ങും. ചിലപ്പോൾ മിക്കവാറും പെട്രോൾ അടിക്കാനേ ഇറങ്ങലുള്ളൂ. അപ്പോൾ ആ വണ്ടി എടുത്ത് പോകും, വരും, ഒരു ഫീല് അത്രേ ഇതിൻ്റെ ബാക്കിൽ. ആളുകളുടെ റെസ്പോൺസ് ഭയങ്കര നല്ല റെസ്പോൺസാണ്. പെട്രോൾ പമ്പ് പോയാലും എസ് എടുത്തായാലും നമ്മൾ ഫ്രീ എടുത്തായാലും ആൾക്കാർ അവിടെ എത്തുമ്പോൾ തന്നെ ഇത് നോക്കും. എന്നിട്ട് ചിലവർ ചിരിക്കും, ചിലവർ വരും ചോദിക്കും. ചിലർക്ക് ചോദിക്കാൻ മടി ഉണ്ടാവും. ദൂരത്ത് നിന്ന് നോക്കിയാണ്ട് ചിരിച്ച് പോകും. ചിലർ വന്ന് ചോദിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് കൊടുക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ വണ്ടികളാണ് കൂടുതൽ യൂസ് ചെയ്യുക. അതൊന്നും കൊടുക്കാനുള്ള എല്ലാത്തതുകൊണ്ട് വിൽക്കലില്ല. ഒരു സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടി റീസ്റ്റോർ ചെയ്യാൻ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുള്ളത്? നമുക്ക് എന്താ പറയുക, റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ ഫുള്ളി റീസ്റ്റോർ ചെയ്യാൻ ഒരു 40-45-50 റുപ്യൊക്കെ നമുക്ക് നോർമൽ വരും. പിന്നെ നമ്മൾ അത് ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പൈസ കുറയ്ക്കുക, കൂട്ടുക. നമുക്ക് കുറേ സാധനങ്ങൾ വണ്ടി, പിന്നെ ഓരോ വണ്ടി നമ്മൾ എടുക്കണതിനോ ഇപ്പോൾ ആൾക്കാർ ചോദിക്കലുണ്ട് ചെറിയ വിലൻ്റെ ഒരു വണ്ടി മതി എന്ന് പറയുന്നതിനനുസരിച്ച് ഏറ്റവും ഡെഡായി കിടക്കുന്ന വണ്ടി എടുത്തിട്ട് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പൈസയിൽ നിൽക്കില്ല. അത് പിന്നെയും നല്ല A to Z മാറ്റേണ്ടി വരും. ചില സമയത്ത് നമ്മളിപ്പം ഒരു വണ്ടി എടുക്കുകയാണ്, ഇപ്പോൾ ഇത് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ സാധനവും നമുക്ക് മാറ്റേണ്ട ആവശ്യം വരില്ല. ഇതിന് മുകളിൽ കമ്പനി തന്ന കുറേ നല്ല ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ പിന്നെ നാശമായി കഴിഞ്ഞാൽ നമ്മൾ മാറ്റേണ്ട ആവശ്യം വരും. ഇതിപ്പം ബ്ലാക്ക് അടിച്ചേണ്ട നമ്മൾ മാറ്റണം. ഇതിപ്പോൾ ഈ വണ്ടിയാണ്, ഇതിപ്പോൾ നമ്മൾ ഒന്ന് പണിയണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ മടുകാട് ഒറിജിനലാണ്, നമ്മൾ മാറില്ല, എന്തായാലും മാറില്ല. അതുകൊണ്ട് പുതിയ നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വർക്ക് എടുക്കുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ചെയ്യാം. ഇനി വണ്ടികൾ വരാണ്ടല്ലോ? വണ്ടി വരാണ്ട്, വണ്ടി എന്തായാലും വരാണ്ട്. ഇമ്പൾസ് വരാണ്ട്, RXZ ഏകദേശം 5ഓളം വണ്ടി വരാണ്ട്. അതിൽ 2 വണ്ടി കേരള വണ്ടിയാണ്, 2-3 വണ്ടി കേരള വർക്കിലാണ് വണ്ടി. ഒരു വണ്ടി ഇന്ന് വർക്ക് കഴിഞ്ഞ് ഇന്ന് നമുക്ക് എടുത്തുകൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. KL വണ്ടിയാണ്, വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയ വണ്ടിയാണ്. അത് എത്തും. ബാക്കി ഓരോ ഘട്ടഘട്ടമായിട്ട് വരും. 2-3 വണ്ടി, അതിൽ 2 വണ്ടി ഫുൾ വർക്കിലാണ്, ബാക്കി 1 ആവറേജ് വർക്കിൽ. അങ്ങനെയാണ് വണ്ടികൾ. അപ്പം ആവശ്യമുള്ളവർ വിളിക്കാം. വർക്ക് എടുത്ത് ആർക്കെങ്കിലും RXZ നല്ല കണ്ടീഷനോട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി. നമ്മൾ വർക്ക് ഉദ്ദേശിക്കുന്ന പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറിൽ അടിച്ചിട്ട് സെറ്റാക്കി തരും. അതിന്റെ കാര്യങ്ങൾ RXZന്റെ കാര്യത്തിൽ നമ്മുടെ അടുത്ത് അത്യാവശ്യം വണ്ടികളുണ്ട്. 5ഓളം വണ്ടി. വീഡിയോ കൂടെ നമ്മൾ ആ വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പോൾ ഇടട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 7 വർഷം ആയല്ലോ നമ്മുടെ ഈ ഒരു ഷോപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ടൂ സ്റ്റോക്ക് ഫീൽഡിലേക്ക് വന്നു തുടങ്ങിയിട്ട്. 8 കഴിഞ്ഞ് 2023 ഓക്കെ. ആദ്യമായിട്ട് എന്നാണ് നമ്മുടെ ടൂ സ്റ്റോക്കിലേക്ക് വന്നത്? അതുപോലെ തന്നെ ഒരു ടൂ സ്റ്റോക്ക് എങ്ങനെയാണ് ഒരു ടൂ സ്റ്റോക്കിലേക്ക് വരാനുണ്ടായ ഒരു കാരണവും, അതുപോലെ തന്നെ ഈ ബൈക്കിന് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്, അത് ആ ഒരു അനുഭവം എന്ന് പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഏരിയയിൽ ഒരു RX100 ഉള്ളൂ, ഒരു ബ്ലൂ കളർ വണ്ടി ഉണ്ട്. ആ വണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. രാജസ്ഥാൻ അവിടുന്ന് ഒരു വണ്ടി, ആ ഏരിയയിൽ മൊത്തം ഒരു RX100 ഉള്ളൂ. ആരും മൈൻഡ് ചെയ്യാത്ത സമയം, അവിടെ അത്രത്തോളം വണ്ടികളില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ ആ വണ്ടി അന്നേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അതിൻ്റെ അടുത്ത് പോവുക, ശ്രദ്ധിക്കുക കാര്യങ്ങൾ. ചെറുപ്പത്തിൽ ആ ഒരു വണ്ടി തന്നെയുള്ളൂ. പിന്നെ ആ വണ്ടീൻ്റെ മുകളിൽ നമുക്ക് ഈ വണ്ടീനോടുള്ള ഒരു മൂഡ് വരുന്നത്. മൂപ്പര് അവിടുത്തെ ഒരു എന്താ പറയുക, കുറച്ച് എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ഒരാളും കൂടിയാണ്. മൂപ്പര് ഈ വണ്ടി എടുത്ത് നല്ല പോക്കും പോവും, പിന്നെ നല്ല കെയർ ചെയ്യും. അങ്ങനെയാണ് ഈ വണ്ടി ശ്രദ്ധിക്കാം. പിന്നെ കുറേ വണ്ടികൾ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറേ വണ്ടികളുണ്ട്. ഇനി ഫ്രണ്ടിൻ്റെ മാമൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ട്. ഇനി അതൊക്കെ ഹാഫ് കിക്ക് സ്റ്റാർട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടികൾ. അങ്ങനത്തെ അതൊക്കെ RX100 കഴിഞ്ഞിട്ടോ. പിന്നെയാണ് നമ്മൾ 35 ഇതൊക്കെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധപ്പെടുന്ന RX100 ആണ്. നല്ല വണ്ടി, ബ്ലൂ കളർ, നല്ല. ഇപ്പോഴും ആ ഫോട്ടോ നമുക്ക് മൈൻഡ് സെറ്റിലുണ്ട്. സ്റ്റോക്ക് വണ്ടി, അന്നത്തെ വണ്ടി. ഓക്കെ. ഇപ്പോൾ പലർക്കും ചിലപ്പോൾ വണ്ടി ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയുടെ റൈഡിങ് പിന്നെ തോന്നിയിട്ടായിരിക്കും. എന്തുകൊണ്ടായിരുന്നു ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം? അതിലേതായിരുന്നു? അതിൻ്റെ സൗണ്ട്, ആ ലുക്ക്, അതൊക്കെ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. പിന്നെ പവർ നമുക്ക് മൈൻഡ് സെറ്റ് ആണല്ലോ. നമുക്ക് ഈ സ്റ്റോക്ക് കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും പവർ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ലുക്കും ആ സൗണ്ടാണ് ഫസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഫസ്റ്റ് നമ്മൾ ആരായാലും ഫസ്റ്റ് നമുക്ക് വണ്ടി എത്തുന്നതന്നെ നമ്മൾ അറിയുന്ന സൗണ്ട് കൊണ്ടാണ്. ആ RX100ൻ്റെ ആ സൗണ്ട് അത് വേറെ ലെവലാണ്. അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളെ തുടക്കം, എല്ലാവരും തുടക്കം വരുന്നത്. ആ ഒരു സൗണ്ട് കണ്ടിട്ട് വണ്ടി എടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ വണ്ടി കാണുന്ന മുമ്പ് സൗണ്ടാണ് കാണുന്നത്. വണ്ടി ഇവിടെ എത്തുന്ന മുമ്പേ നമ്മൾ സൗണ്ട് കേൾക്കും. അതേപോലെയാണ് വണ്ടി. സൗണ്ടിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് ഈ തുടക്കം വരുന്നത്.